ഒരു വീട്ടമ്മന്റെ സങ്കടം ആർക്കും പറഞ്ഞാ മനസ്സിലാവില്ല. മക്കള് പഠിക്കാൻ പോവും, മൂസ കൈ കച്ചോടത്തിനും പോവും. ഞാനിപ്പോ ഒറ്റക്ക് ബോറടിക്കണ പണ്ടാരോ. കാര്യപ്പോ പൊരയെ കുത്തിരിക്കുമ്പോ എന്തെങ്കിലും പൂക്കളും ഒക്കെ നട്ട് പിടിപ്പിച്ചെന്തെങ്കിലും പൂന്തോട്ടവും ഒക്കെ ഉണ്ടാക്കാം, അടുക്കള തോട്ടുണ്ടാക്കാം. ഒറ്റക്കിഞ്ച പട്ടി ഇതൊക്കെ ഞാനൊരാള് മാത്രം പണിയെടുക്കാന്, ബാക്കിയുള്ളവര് സുഖിച്ച് നേരത്തിന് തിന്നാൻ വരാന്. ആയ കാലത്ത് എന്തെങ്കിലും പഠിച്ച പണി ഉണ്ടായിനെങ്കിൽ ഇങ്ങനെ പൊരയിൽ ഒറ്റക്ക് കുത്തിന്ന് സങ്കടപ്പെടേണ്ട ആവശ്യേ വരൂലായിരുന്നു. എന്താ പാത്തോ ഒറ്റക്ക് ഇങ്ങനെ പറയുന്നത്? അനക്ക് സൂക്കേടൊന്നുമില്ലല്ലോ? ഇതുവരെ ഒരു സൂക്കേടും ഇല്ല. ഇനിയിപ്പൊ ഇങ്ങനെ നിന്നാൽ എന്തെങ്കിലും സൂക്കേട് വരുമോന്നാ നമ്മളെ പേടി. അതെന്താ പാത്തോ? അതെന്താ? അല്ല കദീസുമ്മ, രാവിലെ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാല് പിന്നെ നമ്മൾ ഇവിടെ ഒറ്റക്കല്ലേ. അതിന്റെ ഒരു വിഷമം ഞാനിങ്ങനെ പച്ചക്കറീനോട് പറയായിരുന്നു. ആരോട്? പച്ചക്കറീനോട്. എടോ, അത് നമ്മളെ പെണ്ണുങ്ങളെ ഭീതിയാണ്, അത് നമ്മൾ അനുഭവിക്കണോ? പൊരയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വിഷമേ അത് അനുഭവിക്കുന്നൊക്കെ അറിയൂ. നമ്മള് പെണ്ണുങ്ങള് എന്തൊക്കെ അനുഭവിക്കണല്ലേ കദീസുമ്മ? നമ്മളെ സ്വന്തം പൊരയും പൊരക്കാരെയും ഒക്കെ വിട്ടിട്ട് വേറൊരു പൊരയില് വന്നിട്ട് ആ പൊര നമ്മളെ സ്വന്തം പൊര ആക്കി മാറ്റണില്ലേ? പക്ഷെ ഇതൊന്നും ഒരു ലോകത്തും കെട്ടിയോമാർക്ക് മനസ്സിലാവൂല. പാത്തോ അതങ്ങ് തന്നെയാണ്. അന്റെ വിഷമവും സങ്കടവും മാറുന്നൊരു ഭർത്താനായിട്ടാണ് ഞമ്മളിങ്ങോട്ട് വന്നത്. ഞാൻ എപ്പോഴും പറയല്ലേ, നമുക്ക് ബസ് കാത്തിക്കാനും ഇരിക്കാനും ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന്. ദേ അത് നടക്കാൻ പോണ്. ഇത് നോക്ക്, ഈ നോട്ടീസ് ഒന്ന് നോക്ക്. നമ്മളെ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡോ 28-ാം തീയതി ഉദ്ഘാടനം. അല്ലേ, ഈ ബസ് സ്റ്റാൻഡ് എപ്പോഴാ ഉണ്ടാക്കി? ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിന്റെ പണിയൊന്നും ഞാൻ കണ്ടില്ലേലോ. പാത്തോ ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല. വലിയ വലിയ എടുത്താ പൊങ്ങാത്ത യന്ത്രങ്ങളും കമ്പ്യൂട്ടറും വെച്ചിട്ടല്ലേ പണി. ഒരു പെട്ടെന്ന് പണിയും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അല്ലേ, എന്നാലും ഇത്രയും പെട്ടെന്ന് അതിന്റെ പണി തീരൂ? ഇപ്പൊ പെട്ടെന്ന് പണി കഴിഞ്ഞത് അതിന്റെ പ്രശ്നം അല്ല കദീസുമ്മ, ഇതിന്റെ പണിയൊന്നും ഞാൻ ഒരു വിധത്തിലും അറിഞ്ഞില്ലേലോ. പെട്ടെന്ന് കേട്ടപ്പോ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രശ്ന. സന്തോഷം കൊണ്ടാണ്. ഞമ്മക്കുണ്ട് പാത്തോ ഒരു ഞെട്ടല്. ഞമ്മക്ക് പുതുതായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. കദീസുമ്മ, ശരിക്കും നമ്മള് ഒരു ബസ് സ്റ്റോപ്പേ ഉദ്ദേശിച്ചുള്ളൂ. കിട്ടിയതാണ് ബസ് സ്റ്റാൻഡ്. ഒരു പൂവ് ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നി. ഏതായാലും ഞമ്മക്ക് ഇതിന്റെ ഉദ്ഘാടനത്തിന് പോണം പാത്തോ. പിന്നല്ലാണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഇനി എന്തുള്ളൂ. ഈ ഒരു പാട്ടുപാട്, ഞാനൊരു പാട്ടുപാട്. നമുക്ക് പാട്ടുപാടിന്റെ ഒപ്പന കളിക്കാം. ഇതാ പിടിക്കുന്നേ, ബസ് സ്റ്റാൻഡിൽ വന്നേ നമ്മളെ നാട്ടിലെ 28-ാം തീയതി ഉദ്ഘാടനം. നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ആനന്ദം, കാത്തി നിൽക്കാനൊരു ബസ് സ്റ്റോപ്പിൽ. നാട് മുഴുവൻ ഉദ്ഘാടനങ്ങളാണല്ലോ റിസ്വാനെ. ഇലക്ഷൻ അല്ലേ വരുന്നേ, അതിൻ്റെതാണ്. ഏടൊക്കെ എന്തൊക്കെ ഉദ്ഘാടനം ചെയ്യാണ്ട് നോക്കി നടക്കാണ് ഈ MLA-മാരും മന്ത്രിമാരൊക്കെ. അതെ, ഓരോ ദിവസം 15-20 ഉദ്ഘാടനങ്ങളാ ഓരോരുത്തർ ചെയ്യുന്നേ. കോളേജിന്റെ പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച. അല്ല, അതിനെവിടെയാ പുതിയ കമ്പ്യൂട്ടർ ലാബ്? അതല്ലേ രസോ. 4 ഇഷ്ടികയും വെച്ച് കുറെ സിമെന്റും വാരി തേച്ചിട്ട് കക്കൂസിന്റെ വലിപ്പമില്ലാത്തൊരു കെട്ടിടം പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് കമ്പ്യൂട്ടർ ലാബ്. അത് ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രിയും MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. മര്യാദക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്താല് അതിന് അതിൻ്റെതായ സുഖമുണ്ട്. ഇത് വെറുതെ. അല്ല, ഈ മന്ത്രിമാർക്കും MLA-മാർക്കൊന്നും ബോധമില്ലേ? നാട്ടുകാർ ഇതൊക്കെ ചീപ്പായിട്ട് കാണുന്നു. അറിയായിരിക്കും, പക്ഷെ ഓർക്ക് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി നടന്നാലേ ഓർക്ക് സമാധാനാവൂ. സത്യം പറഞ്ഞാ
ഇവരെന്തൊക്കെയോ ചെയ്തു എന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഉദ്ഘാടനം ചെയ്യാനുള്ള തിടുക്കം കാണുമ്പോ ഉള്ള വില ഓരെന്നെ ഇല്ലാതാക്കിയ റിസ്വാനെ. ഇപ്പൊ ഇവര് വിളിച്ച് പറയല്ലേ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ. മര്യാദക്ക് മിണ്ടാതിരുന്നെങ്കിൽ ജനങ്ങൾക്ക് തോന്നിയേനു ഓരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ഇതിപ്പോ വിളിച്ച് പറഞ്ഞ് നടപ്പും ഓടി നടന്നിട്ടുള്ള ഉദ്ഘാടനവും നമ്മളെയൊക്കെ വെറുപ്പിക്കല്ലേ ചെയ്യുന്നത്. ശരിക്കും ഓരോരോ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നാട് നന്നാക്കാനും ഒക്കെയാണല്ലോ ഇവന്മാരെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നേ. അതവരെ ജോലിയല്ലേ. ആ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെക്കുകയും അതിങ്ങനെ കൊട്ടിക്കൊഴിച്ച് നടക്കുകയും ചെയ്യാവോ? ഇതൊക്കെ എന്തിനാന്നാ മനസ്സിലാവാത്തെ. അതെ, നമ്മളെ തെങ്ങുമ്പോ കയറുന്ന ബാലാട്ടൻ തെങ്ങുമ്പോ കയറി തേങ്ങ ഇട്ടെന്ന് വിചാരിക്കാം. അതിന് നമുക്ക് ഫ്ലക്സ് വെക്കാൻ പറ്റുമോ? ഞങ്ങളുടെ തേങ്ങ ഇട്ട് തന്ന ബാലാട്ടൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കറണ്ട് പോകുന്നു, ലൈൻമാൻ വന്ന് ഫീസ് കുത്തുന്നു. ഉടനെ തന്നെ നാട്ടുകാരെല്ലാം കൂടി ഈ ഫ്ലക്സ് ഒന്നും വെക്കുന്നില്ലല്ലോ. ഫ്യൂസ് കുത്തിയ ലൈൻമാൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോരോരോ ജോലി ചെയ്യുന്നു, കൂലി വാങ്ങുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഓരോ ജോലി മര്യാദക്ക് ചെയ്യൂല, ശമ്പളം കിമ്പളം ഇഷ്ടം പോലെ വാങ്ങുകയും ചെയ്യും. എന്തേലും ഒന്ന് ചെയ്താല് ഓരുടെ ഫ്ലക്സ് തട്ടിട്ട് നടക്കാനും പറ്റൂല. ഇവന്മാരെയൊക്കെ നാട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്യണം, എന്നാലേ പഠിക്കൂ. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതാണല്ലോ ഓരോ വിജയം. എന്തേലും ആവശ്യത്തിന് ഈ രാഷ്ട്രീയക്കാരെ പിന്നാലെ നടക്കേണ്ടി വരില്ലേ? ഇപ്പൊ സഹകരിച്ചില്ലെങ്കിൽ ഇവന്മാര് പണിയെന്ന് നാട്ടുകാർക്കറിയാം. അതല്ലേ എല്ലാരും ഒന്നും മിണ്ടാണ്ടിക്കുന്നത്. ഓ അത് ശരിയാ. ഹലോ. കുരുവട്ടൂർ പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റാൻഡ് ഈ വരുന്ന 28-ാം തീയതി തിങ്കളാഴ്ച MLA നിർവഹിക്കുന്നു. ബസ് സ്റ്റാൻഡോ? അയിന് ഈ പഞ്ചായത്തിൽ എവിടെ ബസ് സ്റ്റാൻഡ്? ഞാനാണ് ഈ പഞ്ചായത്തിൽ മൊത്തം കറങ്ങുന്ന. ഞാനിതുവരെ കണ്ടില്ല. നേരെ ചൊവ്വ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോലുമില്ല. ഇത് ഇലക്ഷനോടനുബന്ധിച്ചുള്ള സംഭവമാണ്. എന്നാലും എങ്ങനെ ഇത്ര പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി? എവിടെന്നെങ്കിലും ബസ് സ്റ്റാൻഡ് വാങ്ങിട്ടാണ്ട് കുഴിച്ചിട്ടോ? ആർക്കറിയാം. ഇതൊക്കെ ആലോചിച്ചല്ലേ തലക്ക് വട്ടാവും. നീ എല്ലാം മറന്നേക്ക്. നീ എന്നിട്ട് മനസ്സമാധാനായിട്ട് നടക്ക്. നമ്മൾ എന്തൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്നേ? പറഞ്ഞൊരു നായ. എവിടെയാണ്? എന്താ മൂസ ഇത്ര ലേറ്റ് ആയത്? എത്ര നേരം നമ്മളിവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ എന്തിനാ എത്ര നേരത്തെ വന്ന് കാത്തുത്തിരുന്നെന്ന്? നമ്മളിന്ന് അരമണിക്കൂർ വൈകി ഓടുന്നെന്ന് വാട്സപ്പിൽ മെസ്സേജ് വിട്ടില്ലല്ലോ. അയച്ചിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. നമ്മൾ അയച്ചോന്ന് ഞമ്മക്കറിയാലോ. ഐ ആം ദ ലേറ്റ്, ഐ ആം ദ ഫിഷർമാൻ ആൻഡ് ഐല മത്തി ഓൾസോ ലേറ്റ്. നമ്മൾ അയച്ച്. ഓ അതായിരുന്നു അല്ലേ? അതിനെ കൊണ്ട് മൂസ ഉദ്ദേശിച്ചത് അരമണിക്കൂർ വൈകി വരുന്നല്ലേ? അതെ, ആ മെസ്സേജ് നമ്മൾ കണ്ടതാ മൂസേ. പക്ഷെ ഈ എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ അത്ര പോരല്ലേ? തീരെ പോരാ. അന്റെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള വിവരേ നമുക്കില്ല. ഇംഗ്ലീഷൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര പാടേനി, ഇപ്പൊ ഭയങ്കര ഈസിയായി. അതാ മെസ്സേജ് വായിച്ചപ്പോ തന്നെ മനസ്സിലായി. ആണല്ലേ? നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് നമ്മളെ മോനാ റിസ്വാൻ. ഓ ഓനൊന്ന് കാണല്ലോ. ഓ നിങ്ങൾക്ക് പഠിക്കാനായിരിക്കൂലേ? ഓനൊന്ന് പോയി കണ്ടു നോക്ക്. സമയം ഉണ്ടെങ്കിൽ ഓൻ പഠിപ്പിച്ചു തരൂ. റിസ്വാൻ എന്തായാലും ഒന്ന് കാണണം. അല്ല മൂസ, ഇന്നെന്ത് പറ്റി? എന്താ ഇത്ര ലേറ്റ് ആയത്? നമ്മള് പതിവ് പോലെ മീനും എടുത്തിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടതാ. പിന്നെന്ത് പറ്റി? വഴിയിൽ ബ്ലോക്ക്. നമ്മളെ തൺപാട്ടാൻ പാലല്ലേ, അതിന്റെ ഉദ്ഘാടനം. അവിടെ കംപ്ലീറ്റ് ആളും ബഹളവും പോലീസും മന്ത്രിമാരും MLA മാരും. പിന്നെ നമ്മള് വേറെ റൂട്ടിനാ പോകുന്നത്. അതാ ലേറ്റ് ആയത്. അതിനാ പാലം പണി മുഴുവൻ തീർന്നു മൂസേ? ഏടേന്ന് പാലത്തിന്റെ 2 കരയും കൂട്ടിമുട്ടാൻ പണി ഇനിയും കിടക്കുക. എലക്ഷൻ വരെയല്ലേ? കുറച്ച് പലകയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാം. അപ്പൊ പിന്നെ പാലത്തിന്റെ മേലെ കൂടെ വണ്ടി ഓടിയല്ലോ. മര്യാദയ്ക്ക് അതിന്റെ പണി തീരണമെങ്കിൽ ഇനിയും 2-3 മാസം പിടിക്കും. ഈ ഉദ്ഘാടനക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ മൂസേ. അതെ, കുറച്ച് ദിവസം മുമ്പേ ഈ രാഷ്ട്രീയ യാത്രകൾ കൊണ്ടുള്ള ബ്ലോക്കേനി. അതിൽ നമ്മൾ ഒരുപാട് പെട്ടുകണം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അതിന് മാത്രമുള്ള യാത്രകൾ ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ മുഴുവൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്രകളേനി. അത് കഴിഞ്ഞപ്പോ അതാ ഉദ്ഘാടനക്കാരെ കൊണ്ട് തട്ടിയും തടഞ്ഞിട്ട് ബൈ നടക്കാൻ പറ്റാണ്ടിയായി. അതെ, എന്ത് ചെയ്യാനാ മൂസേ, അനുഭവിക്കന്നെ. ഇമ്മാരി കോപ്രായം കൊണ്ടേ നഷ്ടം ഞമ്മക്കാ. പെട്രോൾ നഷ്ടം, കസ്റ്റമേഴ്സിനെ കാത്തുനിന്ന് ഒരു തിരിച്ചു പോയിന്റെ നഷ്ടം, ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിന്റെ നഷ്ടം. ഉദ്ഘാടനക്കാർക്ക് ഉദ്ഘാടിച്ചങ്ങോട്ട് പോയാ മതി. ചില സ്ഥലത്തുനിന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഒന്നുമില്ലാഞ്ഞിട്ടേ വെറുതെ ഓരോ ഉദ്ഘാടനം ചെയ്തുവിടുക. വെറുതെ ഉദ്ഘാടനം ചെയ്യേ? അതെങ്ങനെ? നിർമ്മാണ ഉദ്ഘാടനം വെറുതെ തറക്കല്ല് മാത്രം ഇടും. അത് കഴിഞ്ഞ് ആശുപത്രിയുടെ ഉദ്ഘാടനം, റോഡിന്റെ ഉദ്ഘാടനം, പാലത്തിന്റെ ഉദ്ഘാടനം, അങ്ങനെ പലതും ഉണ്ട്. ഈ ഭരണം തീരാനാവുമ്പോഴേ ഇവർക്ക് എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്തേ പറ്റൂ.
ഇനി ഒന്നും ഉദ്ഘാടനം ചെയ്യാനില്ലെങ്കിൽ ഒരെന്നെ കണ്ടുപിടിച്ചോളൂ ഉദ്ഘാടനം ചെയ്യാനുള്ള കാര്യങ്ങള്. ഉദ്ഘാടനം ഉണ്ടേ എന്തിൻ്റെത്? ഇതെന്തത്? വരണേ. കുരുവട്ടൂർ പഞ്ചായത്തിന്റെ സ്വപ്നമായിരുന്ന ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ഈ വരുന്ന 28-ാം തീയതി MLA ഉദ്ഘാടനം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കുന്നു. അല്ല മൂസേ, ഇന്നാട്ടിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇതാ മെമ്പറിന്റെ ഉടായ്പ ബസ് സ്റ്റാൻഡാണ്. ഓനാ ഉടായ്പ ഉദ്ഘാടനത്തിന് പിന്നിലാണിപ്പോ. ആഹാ. ഓനെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞതിന് ബാക്കി കാര്യം. അല്ല മൂസ പോവാ? മീൻ തന്നിട്ട് പോവാ മൂസേ. ഞാൻ ആ മെമ്പറോടുള്ള ദേശത്തിനെ ഒക്കെ മറന്നുപോയി. എന്താ മീൻ? കച്ചവടം പോലും മറന്നുപോയി. അതിലെടുത്താലോ? എടുത്തോ. ആ, 100 രൂപയ്ക്ക് എടുത്തോ. ആയിക്കോട്ടെ, നല്ല ഇല്ല. ഒരു ചാലിനി കൊണ്ടുപോയിട്ട് ഞാൻ തീരുമാനിച്ചോളാം. ഇനിയിപ്പോ നേരെ മെമ്പറെ പിടിക്കാൻ പോവായിരിക്കും അല്ലേ? അത് നമ്മൾ അപ്പത്തെ ആവശ്യത്തിന് പറഞ്ഞു പോയതല്ലേ. അപ്പോഴേക്ക് നിങ്ങള് ബാക്കിന്ന് വിളിച്ചില്ലേ. ഇനി നമ്മളായിട്ട് ഓനെ പിടിക്കാൻ പോകുന്നില്ല. ഓൻ വരൂ, രാഷ്ട്രീയക്കാരനല്ലേ, വരാണ്ടക്കൂല. അന്ന് നമ്മൾ പിടിച്ചോളാം. ശരി എന്നാലേ. ശരി. ആ അല്ല ബാത്തു മൂസില്ലേ? മൂസക്കായി കുളിക്കണ്ടേ, മക്കള് പഠിക്കണ്ടേ? അല്ല മെമ്പറങ്ങളെ ഞാൻ നോക്കിയിരിക്കുന്നു, ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിട്ട്. അഭിനന്ദിച്ചോളൂ, ഞാനിത് തൊട്ടുമുമ്പിൽ നിൽക്കല്ലേ. പക്ഷേ എന്തിനാണ് ഈ അഭിനന്ദനം? അഭിനന്ദനാർഹമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട് ഏത് കാര്യത്തിനാണ് അഭിനന്ദിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വേണം അഭിനന്ദിക്കാൻ. ആ പ്രത്യേകം പറയുന്നമാണോ? നിങ്ങൾ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നില്ലേ, അതിനാണ് ഈ അഭിനന്ദനോ. കൺഗ്രാജുലേഷൻ. പാത്ത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ, പിന്നല്ലാണ്ട് മക്കാറാക്കൂ. ബെസ്റ്റ് കാര്യങ്ങളല്ലേ. ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കൊറേ ആഗ്രഹിച്ചിക്കണേ. ഞാൻ മാത്രമൊന്നല്ല, ഞങ്ങളെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും നാട്ടിലെ പെണ്ണുങ്ങളും മുഴുവൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്തത്. അങ്ങനെ നിങ്ങൾ സ്ത്രീകളെ കൊറേ മുന്നിൽ കാണണ്ട കേട്ടോ. ഹാസ്യത്തിന് കണ്ടാതി. അതത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നത് പാത്തുവിനൊരു കാര്യം ഏൽപ്പിക്കാനാണ്. എന്ത് കാര്യമാണ്? നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമാണല്ലോ വരാൻ പോകുന്നത്. ഉദ്ഘാടനം നമുക്ക് പൊളിക്കണം. എന്തിനാ പൊളിച്ചിട്ടാണ്? നമുക്ക് മനോഹരമൊക്കെയല്ലേ മാണ്ടിയ? മനോഹരായിട്ട് നടത്തണം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, പൊളിച്ചാളെന്ന് പറഞ്ഞപ്പോ കൊളാക്കാനെങ്ങാനാണോ? പൊളിക്കണം എന്ന് പറഞ്ഞ എപ്പോഴത്തെ അർത്ഥം മനോഹരാക്കാന്നാ. അങ്ങനെ ഞാൻ പറഞ്ഞോളി, എങ്ങനെയാണ് ഞാൻ മനോഹരാക്കേണ്ട? പ്രസംഗിക്കണോ? ഉദ്ഘാടനത്തിന് MLA-യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വരും. ഓരൊക്കെ വന്നാലും ഞാനാണ് അധ്യക്ഷൻ. അതുകൊണ്ട് അയ്യ, പ്രസംഗിക്കൊന്നും വേണ്ട. അതാണ് പറഞ്ഞു വന്നത്. ഉദ്ഘാടന പരിപാടിക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണം. അത് പാത്തു വിചാരിച്ചാലേ നടക്കും. അയൽക്കൂട്ടത്തൊന്നും കുടുംബശ്രീന്നും പാത്തു മാക്സിമം പെണ്ണുങ്ങളെ പോക്കണം. അതൊക്കെ ഞാൻ ഏറ്റിങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു വേചാറും വേണ്ട. ഇപ്പോഴാ സമാധാനായത്. ഉദ്ഘാടനം നമുക്ക് ഒരു സംഭവമാക്കണം. അല്ലേ മെമ്പറേ, ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് ഇത്ര പെട്ടെന്ന് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി? അത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തപ്പിടിയും കിട്ടിയില്ല. അതൊക്കെ എന്റെ ഒരു കളിയല്ലേ. ഞാൻ വിചാരിച്ച ബസ് സ്റ്റാൻഡ് മാത്രല്ല, വിമാനത്താവളം വരെ ഉണ്ടാക്കും. അതിനെനിക്ക് അധികം സമയമൊന്നും വേണ്ട. വല്ലാത്തൊരു സംഭവം തന്നെ. എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. ഞാനാണെങ്കിൽ ഈ പുകഴ്ത്തൽ കേട്ട് കേട്ട് മടുത്തു. എത്ര കേട്ടിക്ക. അധികം സംസാരിച്ചിരിക്കാൻ സമയമല്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു 100 കൂട്ടം പരിപാടി ഞാൻ അറിഞ്ഞ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു ചായ തരാം. അന്നപ്പോഴത്തേക്ക് മൂസക്കായി കുളിച്ചു വരും. എങ്ങനെയുണ്ട്? മൂസ കുളിക്കാനും തുടങ്ങിയോ? എന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു കാക്കക്കുളി, ഒരു പേരിന്. പക്ഷെ ചായ കുടിക്കാനൊന്നും ഇപ്പൊ സമയമല്ല. ഉദ്ഘാടനം കഴിഞ്ഞാലേ ഒരു സമാധാനാവും. ഞാൻ ഇപ്പൊ ഇറങ്ങാം, വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഈ പെണ്ണുങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന കാര്യം മറക്കണ്ട. സംഗതിയാണ്. അതാ നമുക്കൊരു എത്തും പിടിയും കിട്ടാത്ത. ഇനി ബസ് സ്റ്റാൻഡിന്റെ വിത്തങ്ങാൻ കുഴിച്ചിട്ടിനു, എന്നിട്ടാ വളർന്നു ബസ് സ്റ്റാൻഡ് ആയോ? ഹലോ, നമ്മളെ സംശയം തീർന്നില്ലേലോ? എന്റെ സംശയവും. അല്ല മൂസക്കായി, നമ്മളെ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് വന്നിക്കണ നിങ്ങൾ അറിഞ്ഞിക്കണോ? അല്ലേ, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നെന്നാണ് നമ്മളെ സംശയം. ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടിക്കണോ? കണ്ടില്ല. അതാണ് എന്റെ സംശയത്തിന് കാരണം. ഇലക്ഷൻ അല്ലേ വരുന്നത്. ഈ ജനങ്ങളുടെ മുന്നിൽ ആളാകാനുള്ള നാടകല്ലേ ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ഒക്കെ. അന്നപ്പോ ശരിക്കും ഇതൊന്നുമില്ല. എന്റെ പാത്തു, ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഉണ്ടാക്കിയ സാധനോ ഈ ഒന്ന് കാണണം. ഈ ഞെട്ടു.
അത്രക്കും വലുതാ? വലുതോ? ഒരു നായ്ക്കൂടിന്റെ അത്ര ഇല്ല അത്. എന്നിട്ട് ആ മെമ്പർ ഇവിടെ വന്നിട്ട് വലിയ പൊങ്ങച്ചോ ഒക്കെ കാണിച്ചു പോയത്? അല്ല, ഓനെപ്പോഴേ വന്നേ? മൂപ്പരുത് എപ്പ ഇവിടുന്നാട്ട് പോയതേ ഉള്ളൂ. ഓനെന്ത് കാണാൻ വേണ്ടി നിൽക്കായിരുന്നു ഞാൻ. അതിന്റെ ഇടയ്ക്ക് പോയിക്കാഞ്ഞല്ലേ? ദാ ഉദ്ഘാടനത്തിന് കുടുംബ സമേതവും വരണം, പോരാത്തേന് അയൽക്കൂട്ടത്തുനിന്നും കുടുംബശ്രീന്നും ഒക്കെ പെണ്ണുങ്ങൾ എന്ന കമ്പനിക്കാരെ കൂട്ടിയിട്ട് ചെല്ലാനാ പറഞ്ഞേ. ഓന്റെ ഒരു ഉദ്ഘാടനം അനക്ക് കാണണ്ടോ ഓന്റെ ബസ് സ്റ്റാൻഡ്? കാണണു. ആ എന്നാ പോര്. അല്ല മക്കളെടെ? ഓല് പഠിക്കാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കേറിയിക്കണ. ഇനി പഠിക്കാണോ മൊബൈലിൽ തോണ്ടി തോണ്ടി കളിക്കാണോ എന്ന് പഠിച്ചോനറിയാം. ആ എന്തേലും ആട്ടെ, ഓരോ വിളിക്ക്. നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടിട്ട് വരാം. ഓന്റെ അലാക്കിലൊരു ബസ് സ്റ്റാൻഡ്. മതി, ഇങ്ങോട്ടാ നമ്മൾ ബസ് സ്റ്റാൻഡ് കാണാൻ പോവുക. അല്ലേ നമ്മൾ കദീസുമ്മനെയും കൂടി കൂട്ടിയാലോ? ആ കൂട്ടിയാണ്, കൂട്ടിക്കോ. കദീസുമ്മ, എല്ലാരും പോന്നോട്ടെ. കദീസുമ്മ. എന്നോട് ചെവിയും കേൾക്കൂലാന്ന് തോന്നുന്നു. ഈ ആടെ പോയി പറഞ്ഞോടുന്നാല് ഞാൻ ആടിച്ചത് വെറുതെ കേറണ്ട. ഇങ്ങോട്ട് നോക്കി. എന്തിനാ ദാ നമ്മള് ബസ് സ്റ്റാൻഡ് കാണാൻ പോവുക. കദീസുമ്മ. കടീസ് നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ? നടക്കുന്നുണ്ടോ? അതൊന്നും പ്രശ്നമാക്കണ്ട. ഇതാ ഇവിടെ തന്നെയാണ്. ആ വളവില് ആ കാല് ചെറിയൊരു വേദന ഉണ്ട്. എന്താ അപ്പച്ചിയെ കണ്ടില്ലേ? ആത്തോ, ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇത് തന്നെയാണ് ഇപ്പൊ സമാധാനായില്ലേ? ഇതിനേക്കാൾ വലിപ്പം നിന്റെ ആട്ടും കൂട്. അതിൽ കിടക്കുന്ന ആളുകൾ കണ്ട പുച്ഛിച്ച് തള്ളും. ഒരു ബസ് സ്റ്റാൻഡ്. അല്ല മുസക്കായി, ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന MLA-ക്കും മെമ്പർമാർക്കും ഒന്നും നാണോ മാനൂല്ല. ആ ഒരു വർഗത്തിന് 7 10 നാണോ മാനോ. ഇമാര് ഉദ്ഘാടനങ്ങള് നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് കാണാൻ വന്ന ഞമ്മക്ക് ഈ ഗതികേടായല്ലോ. ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങളുമാണോല്? മെമ്പർ കിട്ട ഒരു പണി കൊടുക്കണല്ലേ? അവനെ നമ്മളും കാത്തിക്കുക. ഓനിട്ട് നല്ലൊരു പണി കൊടുക്കണം ഞമ്മക്ക്. ഉപ്പച്ചേ, എല്ലാം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നിങ്ങൾ എന്താച്ചാ പ്ലാൻ ചെയ്തോളൂ. ഞമ്മൾ ഓന്റെ ഒരു ഉദ്ഘാടനം അതെന്താണെങ്കിലും പൊളിക്കണം എന്നാണ് ഓൻ പറഞ്ഞേ. നമ്മക്ക് അതെല്ലാം കൂടി ഒന്ന് പൊളിച്ചു കൊടുക്കണം. വേണം പത്തോ. ഞമ്മളിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഇമാതിരി ഉദ്ഘാടനങ്ങൾ നാട്ടിൽ ഇനിയും പെരുകൂ. നാട്ടുകാരുണ്ടാവും നമ്മളെ കൂടെ. ഉപ്പച്ചേ, ഉദ്ഘാടന ദിവസം ഇത് ചവിട്ടി പൊളിച്ച് ഇവിടെ പോകാൻ പറ്റാൻ എല്ലാം ഞമ്മക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. യെസ്, എല്ലാം വ്യക്തമായി പ്ലാൻ ചെയ്യണം. മാക്സിമം ആളുകളെ നമ്മൾ കൂട്ടണം. അത് ഞമ്മളേറ്റ്. അപ്പൊ ഞമ്മക്ക് വീട്ടിൽ പോയിട്ട് വ്യക്തമായിട്ടൊന്ന് ആലോചിക്കാം. കുത്തിയിരുന്ന് ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡ്. പുഷ്കര വലിച്ചു കെട്ടിക്കോ. MLA കണ്ടാലും ഞെട്ടണം. ഡോ നാട് മുറിക്കാനുള്ള കത്രിക റെഡിയല്ലേ? അന്നേരം എന്ന് പറഞ്ഞ എന്റെ സ്ഥിര സ്വഭാവം കാണിക്കല്ലേ. ഒന്നുകൂടി അങ്ങോട്ട് വലിച്ചു കെട്ടണോ? എന്റെ അമ്മ, മെമ്പർ എത്ര ആൾക്കാരാ വരുന്നത്? മെമ്പറെ സമ്മതിച്ചിരിക്കുന്നു. നന്നായി, എല്ലാരും നേരത്തെ തന്നെ എത്തിയല്ലോ. പാത്തുവോ, പെണ്ണുങ്ങൾ ഇനിയും വരൂലേ? 2 മണിക്കൂറുള്ള ഉദ്ഘാടനത്തിന്. അല്ല മെമ്പറേ, ആരെ കാണിക്കാനാണ് ഈ പട്ടിക്കൂട് പോലത്തെ ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി? പട്ടിക്കൂടോ? ഇത് നമ്മളെ ബസ് സ്റ്റാൻഡ് അല്ലേ? ഓന്റെ ഒരു ബസ് സ്റ്റാൻഡ്. ഇതാണ്ട ബസ് സ്റ്റാൻഡ്.
എടാ എന്റെ ആട്ടും കൂടെ വന്ന് നോക്കടാ, അത് ഇതിനേക്കാൾ ചെയ്യലുണ്ട്. ലാക്കിന്റെ ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളി ബസ് സ്റ്റാൻഡ് പണിയൂ, അതിന്റെ ഫണ്ടൊക്കെ ആയിരിക്കുക. ഇതതിന്റെ സാമ്പിൾ ഉദ്ഘാടനം മാത്രല്ലേ. അങ്ങനെ കാണാനേ ഞങ്ങളെ നാട്ടുകാർക്ക് സൗകര്യമില്ല. അല്ല അത് പിന്നെ ഏത് 4 കമ്പും നാട്ടി കുറച്ച് ഓല മേലെ കെട്ടി അതാ ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചിട്ടേ ഇങ്ങക്ക് എന്ത് തേങ്ങ കിട്ടാനാ? വോട്ട് പിടിക്കാനേ ഇതിനേക്കാൾ അന്തസ്സുള്ള പണി ഉണ്ടോ? അതിന് പൊയ്ക്കോ. നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കച്ചറയ്ക്ക് വരില്ലേ? നല്ല ഒന്നാം തരം ബസ് സ്റ്റാൻഡ് ഇവിടെ വരും. എന്നാലേ അത് വന്നിട്ട് ഇവിടെ ഉദ്ഘാടനം ഉണ്ടാക്കിയാ മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? MLA അടക്കമുള്ള വിശ്രാന്തികൾ ഉടനെ ഇവിടെ എത്തിച്ചേരും. അവരെ കൊണ്ട് ഈ തട്ടിക്കൂട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കാന്ന് മെമ്പർ നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ പറയല്ലേ, ഇത് നമ്മളെ നാടിന്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമല്ലേ. നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഒന്നിച്ച് വന്നിട്ട് ഉദ്ഘാടനം നിർത്തി എന്താ പാത്തു ഇത്? MLA ഉടനെ വരൂ, നിങ്ങൾ എല്ലാരും ഉദ്ഘാടനത്തെ സഹകരിക്കണം. പ്ലീസ് പ്ലീസ്. ഈ 4 കമ്പും ഈ കുറച്ച് ഓല ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഉദ്ഘാടനം നടക്കുള്ളൂ. എല്ലാരും വരി, പൊളിച്ചാളുടെ അങ്ങോട്ട്. മെമ്പറി